അയ്യോ ഈ ഷൂട്ട് ഇതിനകത്ത് കയറാച്ച പണിയാണല്ലോ. പതുക്കെ പോടാ, കയറാൻ വയ്യടാ. എൻ്റെ ഹാർട്ട് അത്ര നല്ല കണ്ടീഷനല്ല. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ റെസ്റ്റ് എടുക്കാം. അയ്യോ സീൻ കൊണ്ട് അയ്യോ ഇത് സീനാണല്ലോടാ. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. വിഷയം ട്രക്കിംഗ് ആണ് ഗൈസ്. അയ്യോ ഈ ഷൂട്ട് ഇതിനകത്ത് കയറാച്ച പണിയാണല്ലോ. എന്തോ നീ ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു പോസ് ഉണ്ടല്ലോ ഫെൽബിച്ച, നീ ആ കത്തിയൊക്കെ ഞങ്ങൾ കാണിക്കാനുണ്ട്. തീർന്നു പതുക്കെ പോടാ, കയറാൻ വയ്യടാ. എനിക്ക് ദേശത്തെ വഴി അറിയത്തില്ലടാ. ഓ വെള്ളം സീനാണല്ലോ. അയ്യോ അയ്യോ എൻ്റെ ഹാർട്ട് അത്ര നല്ല കണ്ടീഷനല്ല. വയ്യ. ഞാൻ ECG ഒക്കെ എടുത്താടാ അന്ന്. ചെക്കപ്പിന് പോയപ്പോ നീ നശിപ്പിക്കുന്നേ ക്യാമറ അകത്തുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് വ്യൂ കണ്ടില്ലേ, പോകാതല്ലേ തിരിച്ചു പോവാ. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ റെസ്റ്റ് എടുക്കാം. ഇതൊന്നും അല്ലല്ലോ അന്ന് കൂർഗി പോയപ്പോ 2 സ്റ്റെപ്പും കൂടെ വേറെ 200 സ്റ്റെപ്പും കൂടെ 3500 സ്റ്റെപ്പ് കിട്ടി. നിസാര കിലോമീറ്റർ. ആന വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? പക്ഷെ നമ്മളന്ന് വന്നപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ല, കുറേ കാട് കയറി പോയത് മാത്രമേ ഓർക്കുന്നുള്ളൂ. തെന്നലുണ്ടല്ലേ? എൻ്റെ ഷൂ ആണെങ്കിൽ ഫോൾഡ് ആവത്തില്ല, അതാ പ്രശ്നം. അയ്യോടാ, അതുവഴി എനിക്ക് കയറാൻ പറ്റുമോ ഡൗട്ടാണല്ലോ. കാരണം ഈ ഷൂ ഭയങ്കര സ്ലിപ്പറിയാ. എനിക്ക് ഈ ഒരു സർഫസിൽ കൂടെ പോകാൻ പറ്റൂല. അയ്യോ സീൻ കൊണ്ട് ഉപ്പ് അട്ടയ്ക്കാണോ? അയ്യോ വാട്ടർ ക്രോസിംഗ് ആണോ? അത് തെന്നത്തില്ലടാ. ആണോ? വെള്ളം ഒഴുക്കുള്ളടത്ത് പായലുണ്ടാവില്ല. അങ്ങനെയാണോ? ഇരുന്ന് പോ.
അവൻ ചുമ്മാ നടന്നു പോയടാ. എന്റെടാ മാക്സിമം അങ്ങനെ ചെരിച്ച് ചെരുപ്പ് ഓക്കെയാടാ. ചെരുപ്പിനൊക്കെ കൂടുതൽ എനിക്കൊന്ന് പേടിച്ചിട്ടാ. എൻ്റെ പൊന്നടാ, എന്തോ വഴിയാടാ ഇത്. അയ്യോ മോനെ, ഇത് അധികം വൈകാതെ തിരിച്ചിറങ്ങണം കേട്ടോ. കാരണം അല്ലേ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ ഇതുവഴി അങ്ങോട്ട് പോയപ്പോ എനിക്ക് വഴിയൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചോടാ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ചേട്ടൻ കൊണ്ടായിട്ട് തന്നെ സംശയമായിരുന്നു. ഏതാടാ ഹോസ് പോകണ്ടല്ലേ എൻ്റെ ഇടയിൽ കൂടെ? ഒത്തിരി താത്തി വെട്ടായിരുന്നോ? ഇതേ ചാല് കാണുന്നു. വണ്ടി എടുക്കുന്നതായിരുന്നു. അതാ സെൽവിച്ചൻ റിച്ച് കൈ, അതിലാണോ നമ്മുടെ കാര്യം? നിനക്കും ഉണ്ടല്ലോ ഇതുപോലെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ പിച്ചക്കാരൻ. ഞങ്ങളുടെ 2 ഏക്കർ കിട്ടുന്ന വിട്ടാ കിട്ടുന്നതിന് ഇരട്ടി പൈസ നിനക്ക് ഇരട്ടി കിട്ടില്ല. എൻ്റെ 2 സെൻറ്റ് സ്ഥലം വിട്ട. അയ്യോ 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 കുഴിയോ? എടാ അതൊക്കെ എത്ര കൊല്ലം മുന്നേടാ. നീ പഴയ കഥയൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആർമിയുടെ കാര്യമൊക്കെ അല്ല അവൻ സെൽബിയും പറഞ്ഞു. അയ്യോ ഇത് സീനാണല്ലോടാ. അതിന്റെ മുകളിലൂടെ ഇറങ്ങാ പോകണ്ടേ? അതിന്റെ മുകളിലൂടെ തിരിച്ചു പോണോ?
തിരിച്ചങ്ങോട്ടാ പോണ്ടേ? എവിടെ നിങ്ങൾ കുഴി പറഞ്ഞേ? ആ ഇവിടെ ചെറിയൊരു ഇതാണോ പറയുന്ന വഴി? ശ്രദ്ധിച്ച് അവനങ്ങ് തീർത്തരേ, ഒന്നും നോക്കണ്ട. ആ അത് തന്നെ അല്ലേ. കത്തി ഉണ്ടായത് നന്നായല്ലേ. എന്താണ് വെള്ളച്ചാട്ടോ? വീണ്ടും വാട്ടർ ക്രോസിങ്. ഓ എന്നെ കണ്ടടാ നിങ്ങളൊക്കെ. എങ്ങോട്ട് ഓടാനാ? നമുക്ക് ആനയായിട്ട് ചെറിയൊരു നെഗോസിയേഷൻ നടത്താം, അതേ പറ്റുള്ളൂ. ആന ഇവിടെ വന്നിട്ട് എടാ ഈ ഇറക്കൊന്നും എനിക്ക് വിഷയമില്ലാന്ന്. പിടിച്ച് അധികം താമസിക്കാൻ രണ്ടും കൂടെ പിടിക്കേണ്ടി വരും തോന്നുന്നു. എടാ എനിക്ക് വയ്യടാ. അയ്യോ ആ പണി തുടങ്ങിയല്ലോ. എവിടെ അവനാ വഴി പോയോ? രണ്ടും മേർജ് ചെയ്യോ? അങ്ങനെയാ? അവരെ കാണാനില്ല ഗൈസ്. ആ കിട്ടി, കിട്ടി. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അയ്യോ എന്തിനാ വെറുതെ മേഘാലയ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. വീണ്ടും വാട്ടർ ക്രോസിങ്. വെരി ഡേഞ്ചറസ്, കട്ട ഡേഞ്ചറസ് വേ ആണ്. അവന്മാരിത് പോകുന്നു.
കഴിഞ്ഞാടാ ഇനിയുണ്ടാ? ഇതിനകത്ത് ചാർജ് ഇല്ലടാ, 4% ഉള്ളൂ. 4%? കുളിക്കൽ അവിടെ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ആ കാടിനകത്തോട്ട് ഇറങ്ങി പോകണടാ, പിന്നെ തിരിച്ച് കയറി വരല കഷ്ടമാണ്. പിടിച്ചു നിർത്താൻ പറ്റില്ല. ബീച്ചിലൂടെ അടുത്ത് നിന്നടാ ഡ്രോണോടെ പറത്തട്ടെ, പറത്തുന്ന ഷോട്ട് കിട്ടോ? നേരെ പോരെ. ഷോട്ട് ഓക്കെ. ഇതുവഴി തന്നെ അല്ലേ നമ്മൾ വന്നേ? എടത് മറ്റേ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാനുള്ള സാധനം ഇല്ല എൻ്റെ അടുത്ത്. അങ്ങനെ അത് വെച്ചങ്ങ് നടന്നാൽ മതിയായിരുന്നു. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട് വാ. പുതിയതായിട്ട് വഴി അങ്ങ് വെട്ടിയാലേ ഞാൻ ഈ പുല്ല് നമുക്ക് അത്ര ചെയ്യുന്നില്ല. ഈ പുല്ല് എൻ്റെ ഒടുക്കത്തെ ഷോട്ട് പുല്ലാണ് മൊത്തം. ഇങ്ങനെ തിരിച്ചു പിടിച്ചെടുക്കാൻ എന്നാൽ പിന്നെ ഷോട്ട് ലോവർ എടുക്കാനാണ്. ചുമ്മാ തിരിച്ചു പിടിച്ചപ്പോൾ അതേ ആൾക്കാർ വരുന്നുണ്ട്. ആരെങ്കിലും ബന്ധുക്കാരിവിടെ ഉണ്ടാവും. ആരെങ്കിലും ബന്ധുക്കാരിവിടെ ഉണ്ടാവും. കൊള്ളാം കൊള്ളാം. അവരാരോ ഇവിടെ ഇവിടെ ആരോ ഇവിടെ അടുത്ത് വീടുള്ള ആൾക്കാരടാ. ഇഷ്ടപ്പെടുന്നില്ല ആ പാട്ടി. തരത്തിലടാ വെള്ളം.
പെട്ടെന്ന് കഴിക്കോ. നിന്നെ അവരെ കാണുന്നില്ല. ഓ, നീ ഇവിടെയാണോ വെച്ചേക്കുന്നത്? വീഴരുത്, വീണ് കഴിഞ്ഞാൽ തീർന്നു. കാരണം ഇത് വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലേ. അതെ. എടാ എടാ, ഞാൻ മുമ്പിൽ പോവാം. അവന് വീഡിയോ എടുക്കാനാ. ഇവന് പ്രാന്താടാ. എന്തിനാ ഇന്ന് എന്തുവാ അങ്ങനെ കൈ കീറി ഇതിപ്പോ വെട്ടുന്നല്ല, ഒന്നും പോകുന്നില്ല ഇതിനകത്ത്. ഏതാണ്ട് സൂക്ഷിച്ച് ചവിട്ടും, കുറച്ചെങ്കിലും മാറി വെട്ടാൻ അറിയണം. കത്തി കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ വഴി ഇല്ലല്ലോ ഇവിടെ. ഓ, എടാ എത്ര നേരം റെക്കോർഡ് ചെയ്യാതെയാണോ പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അത് നല്ല സ്ഥലമായിരുന്നു. നമ്മളുടെ ഈ ട്രക്കിംഗ് സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തിനടുത്തുള്ള ഇടത്തട്ട് എന്ന ഒരു സ്പോട്ടാണ്. ഒരുപാട് ആളുകൾക്കൊന്നും അറിയാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വരുന്ന വഴിയൊക്കെ കുറച്ച് കാടും കുറച്ച് റിസ്കി യാത്രകളാണ്. ആരും ഒറ്റയ്ക്ക് ഇവിടെ വരാതിരിക്കുക. ഇവിടെ വന്നതിന് ശേഷം ലോക്കലായിട്ടുള്ള ആരെങ്കിലും കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമേ പോകാവൂ. കാരണം ഇങ്ങോട്ട് കയറി വരുന്ന വഴി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ കൂടെയുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള അരുൺ ഇവിടെ പലതവണ വന്നിട്ടുണ്ട്. ഞാനും ഒരു തവണ ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അരുണിൻ്റെ കസിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കത്തിയൊക്കെ എടുത്തത്. അരുണ് ഇവിടുത്തെ വഴി അത്യാവശ്യം അറിയാവുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ കയറി പോരാൻ പറ്റിയത്. നിങ്ങൾക്കറിയാം, പല സ്ഥലങ്ങളിലും വാട്ടർ ക്രോസിങ്ങും വഴി മനസ്സിലാവാത്ത രീതിയിൽ കാട് കയറിയ കിടപ്പുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് ഒട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പല ഏരിയയിലും റേഞ്ചും ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് ട്രക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ നേരെ 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 ഇല്ലടാ, ഇതില്ലേ നിങ്ങൾ ക്രോസ് ചെയ്ത് താഴെ. ഞാനാ മുകളിലൂടെയും വന്നു. നിങ്ങൾ താഴെ ക്രോസ്. ഞാൻ അതിലേ വന്നു. ഇല്ല ഇവിടെ ഞാൻ അതിലേ വന്നു. നിങ്ങൾ രണ്ട് നേരെ വന്നു. അവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വന്നു. മുകളിലാണ് ഞങ്ങൾ രണ്ടും അപ്പുറത്തൂടെ പോയി. നീ മുകളിലൂടെ വന്നു, ഞങ്ങൾ താഴെ കൂടെ പോയി. എടുത്തേക്ക് വേണം. നമ്മുടെ ആന പോകുമ്പോ ഈ സാധനങ്ങളൊക്കെ ചവിട്ടി കളഞ്ഞ് പുതിയത് വരുന്നല്ലോ. ആനയാണ് കാടിനെ റീജനറേറ്റ് ചെയ്യുന്നത് അല്ലേ?
അല്ലെങ്കിൽ കാട് എപ്പോഴോ അല്ല എടാ അതുവഴി എനിക്ക് നിങ്ങൾ ചിലപ്പോൾ അല്ല നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യത് നേരെ പോയാൽ ഡേഞ്ചറാ, കുറച്ച് സ്റ്റീപ്പാണ്. വെള്ള പൂവാണ് ഈ രാത്രി കാണുന്ന എല്ലാ കാടും നമ്മൾ. അത് ശംഖുപുഷ്പമല്ലേ? ആണോ? ആയിരിക്കും. കോളാമ്പി. അല്ല, അതൊക്കെ കഴിഞ്ഞു. ഓ, അതാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. ഇതിപ്പോൾ നമ്മൾ ആ മെയിൻ ക്രോസിങ് എത്തി. മെയിൻ ഒരു ഇടയിൽ പുല്ലുണ്ടായി, നമ്മൾ വഴിയില്ലാതെ കുറച്ച് കഷ്ടപ്പെട്ടില്ലേ? വഴിയില്ലാണ്ട് കഷ്ടപ്പെട്ടില്ല അവിടെ. ഓടാ എന്തേലും ബാമ്പൂന്ന് പറയടാ. അതൊന്നും പറഞ്ഞാൽ പൊട്ടന് മനസ്സിലാവില്ല. നമ്മൾ അതിലല്ല, കുറച്ച് മുകളിൽ കൂടെ ക്രോസ് ചെയ്യണ്ട്. ഇതിൽ ഇതിൽ ഇവിടെയാണ് നമ്മൾ വഴി തെറ്റി ആദ്യം താഴെ വന്നത്. ഇതാണ് ഈച്ച. വലുത് നമ്മൾ അങ്ങനെ കുറച്ചും കൂടെ മുള്ളൊക്കെ ഉണ്ടാവും. ഈച്ച ഓടാന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ രാവിലെ തൊട്ട് കയറാൻ നേരത്തോട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു പാലമുണ്ടേ, പറയാൻ പറ്റില്ല. ഇവിടം വരെ ഇവിടെ കണ്ട കുഴി കേട്ടോ. ഈ പുള്ളി ഒന്ന് സ്ലിപ്പായി എന്തിനാണ് താഴെ കുഴി. ഈ പാറയ്ക്ക് ഇത്തിരി തെന്നലുണ്ടേ. കത്തിയും കൊണ്ട് വീണാ കത്തി അങ്ങ് ഇട്ടേക്കണം കേട്ടോ. നിന്റെ മുട്ടന് ചെറിയ പണി കിട്ടിയ സംശയമുണ്ട്. വലത്തേക്കാലിൻ്റെ അതിലാണല്ലോ ബാലൻസ് ചെയ്തത്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏകദേശം 4 മണിയായപ്പോഴാണ് നമ്മൾ ഈ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്ത് എത്തുന്നത്. ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം നേരം മുകളിൽ സ്പെൻഡ് ചെയ്തില്ല. ഒരു 6 മണിയോടുകൂടി നമ്മൾ തിരിച്ച് എത്തി കേട്ടോ. ബാറ്ററി ചാർജ് കഴിഞ്ഞതുകൊണ്ടാണ് തിരിച്ച് എത്തിയ വീഡിയോസൊന്നും കിട്ടാഞ്ഞത്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ട്രക്കിൽ ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. നമ്മൾ മലയുടെ മുകളിൽ വെച്ചെടുത്ത ഡ്രോൺ ഷോട്ട്സും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
യാത്രകളെ മനോഹരമാക്കുന്നത് ഡെസ്റ്റിനേഷൻസ് മാത്രമല്ല, നമ്മളുടെ ആ യാത്രയിലുള്ള അനുഭവങ്ങളും യാത്രയിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.